നമ്മളങ്ങനെ നടന്ന് തൊടുപുഴ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പം നല്ല ചൂടാണ്, പലരും ഉച്ചനേരത്തൊന്നും അധികം പേരെ ഇറങ്ങുന്നില്ല. എന്നാലും ബസ് സ്റ്റാൻഡിൽ നല്ല തിരക്കാ. ഇവിടെ എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടൊക്കെ? ഇവിടെ യാത്രക്കാരോടൊന്ന് ചോദിച്ചു നോക്കാമല്ലോ. എങ്ങനെയുണ്ട് ഇവിടെ? കുഴപ്പമില്ല, നല്ല. ആര് ജയിക്കാനാ സാധ്യത? അങ്ങനെ വല്ലതും ഉണ്ടോ? രണ്ട് നല്ല കട്ടക്ക് ഉണ്ടോ മത്സരം ഇത്തവണ? അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റില്ല. ഇത്തവണ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. UDF ആണ് ജയിക്കാൻ സാധ്യത കൂടുതല്. ബസ് സ്റ്റാൻഡിലേക്ക് കേറുമ്പോ ഇവിടെ ഒരു ചേട്ടൻ ലോട്ടറി വെക്കുന്നുണ്ട്. ചേട്ടാ കുറെ കാലമായോ ലോട്ടറി വെക്കാൻ തുടങ്ങി? ചേട്ടൻ അപ്പൊ ഈ വരുന്നവരുടെയും പോണവരുടെയും രാഷ്ട്രീയം ഒക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു പ്രചരണവും ചൂടും ഒക്കെ? ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ചൂടും പ്രചാരണമുള്ള സ്ഥാനാർത്ഥിമാരൊന്നും ഇല്ല. ഇവിടെ UDFന്റെ മത്സരം മണ്ഡലമാണിത്. UDFന്റെ മണ്ഡലം, ആ UDFന്റെ തന്നെ ഉള്ളൂ. അങ്ങനെയാണ് ഈ ചിലരൊക്കെ പറഞ്ഞേ ഇത്തവണ LDF സ്ഥാനാർത്ഥിയും നല്ലൊരു സ്ഥാനാർത്ഥിയാന്ന് പറയുന്നു. ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താ? ഇവിടെ ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയുള്ളൂ. ഭരണം മാറുമോ? UDFിലേക്ക് കിട്ടും. ഇവിടെ ഞങ്ങളിവിടെ തൊടുപുഴ ചെറിയ പാസ്സായി. ഇപ്പൊ തന്നെ പാസ്സായി, ഉറപ്പ്. അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അറിയാം. എന്നാൽ ഈ കുടുംബരാഷ്ട്രീയം വേണ്ട, കുടുംബരാഷ്ട്രീയം ഞങ്ങൾക്ക് വേണ്ട. കാരണം ഒരാൾക്കൊരു ചാൻസ് കൊടുക്കാൻ പാടില്ലേ, അവരുടെ കൂടുതലിരിക്കുന്ന ആൾക്കാരും കൊടുക്കാൻ പാടില്ലേ. ഇത് വീട്ടിൽ നിന്ന് വന്നിട്ട് വേണ്ട, അത് വേണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ പറഞ്ഞു എല്ലാവരും ഞങ്ങൾ ജയിച്ചു, CPM ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ഭരിക്കും. നിലവിലുള്ള സാഹചര്യമൊക്കെ വെച്ച് അമ്പലവും മറ്റേ കേസോ അങ്ങനെയൊക്കെയുള്ള കൊണ്ട് അത്യാവശ്യം ചിലപ്പോൾ UDFിനൊരു സാധ്യത കാണുന്നുണ്ട്. ഇവിടുത്തെ വോട്ടറാണോ ചേട്ടൻ? തൊടുപുഴയിലെ തൊടുപുഴ വോട്ടറാണ്. UDFിനാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലൊരു തോന്നൽ. ഭരണമാറ്റം ഉദ്ദേശിക്കുന്നുണ്ട്. പൊതുവെ ജനം അങ്ങനെ ഉദ്ദേശിക്കുന്നതായിട്ടാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പൊ ഇതുപോലെ കൃത്യമായിട്ട് കേരളത്തിൽ മുഴുവനും, സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയ തലത്തിലും വല്ല രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കുന്ന, അങ്ങനെ ആ രീതിയിൽ ചില ചിന്തകളും നിഷ്പക്ഷതയാണ്. അദ്ദേഹം പറയുന്നു ആരാണ് നന്മ ചെയ്യുന്നത്, നല്ലത് ചെയ്യുന്നത് മണ്ഡലത്തിൽ അവർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുക, അങ്ങനെയുള്ളവരാണ് ജയിക്കേണ്ടതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട് ഈ മണ്ഡലങ്ങളിലൂടെയുള്ള യാത്രയിൽ. തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെയാണല്ലോ, ജനങ്ങൾക്ക് ആരാണോ നല്ലത് ചെയ്യുന്നത് അവര് വോട്ടർമാരാണ് ശരിക്കും പരമപ്രധാനം. അല്ലാതെ ഈ വരുന്ന സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ പാർട്ടികളോ അവരൊക്കെ സെക്കൻഡറി മാത്രമാണ്. അങ്ങനെയാണ് നമുക്കിപ്പോൾ ഈ മണ്ഡലം ചുറ്റി നമ്മുടെ ഈ മഹിളകൾ എന്നുള്ള നമ്മുടെ സെഗ്മെന്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും അത് മനസ്സിലാവുന്നത്. അപ്പോൾ അടുത്ത മണ്ഡലത്തിലേക്ക്, അടുത്ത സ്ഥാനാർത്ഥിയിലേക്കും വോട്ടർമാരിലേക്കും ഒക്കെ ഞങ്ങൾ കടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.